ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ഷങ്കേസിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഇറ്റ് വുഡ് ബി ബെറ്റർ ടേക്കിംഗ് എ സ്ക്രീൻഷോട്ട് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. 400 ഗ്രാം പനീറിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റണം. സവാളയുടെ കളർ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഒരു 10 to 15 അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർക്കണം. അണ്ടിപ്പരിപ്പും സവാളയും വഴണ്ടി വന്ന് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സവാളയും അണ്ടിപ്പരിപ്പും വറുക്കാൻ ഉപയോഗിച്ച എണ്ണ കുറച്ച് പാനിൽ തന്നെ വെച്ച് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി തൈര് ഉപയോഗിച്ച കാരണം ഈ ഒരു സ്റ്റേജിൽ ഒരിത്തിരി വെള്ളം പോലെ കാണുന്നത് സ്വാഭാവികമാണ്. പനീർ ഈ ഒരു പരുവത്തിൽ നന്നായി മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പനീറിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 2 തക്കാളി അരച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഇനി ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓണിയൻ കാഷ്യൂനട്ട് പേസ്റ്റ് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു തിള വരട്ടെ. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രേവി നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ പിരിയാതിരിക്കുള്ളൂ. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണ നന്നായി തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3 to 4 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. 4 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം എണ്ണ നന്നായി തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണം. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണിത്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഈ ഗ്രേവി ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയെല്ലാം വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു.